ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 212 വാല്യം 5. ഈശോ ജൂട്ടായിൽ ഐസക്കിന്റെ ഭവനത്തിൽ പ്രസംഗിക്കുന്നു. ജൂട്ടായിലെ ആളുകൾ മുഴുവൻ ഈശോയെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട്. അവരുടെ കൃഷികളുടെ എല്ലാം ആദ്യഫലങ്ങളും പർവ്വത ചെരുവുകളിൽ നിന്ന് പറിച്ചെടുത്ത കാട്ടുപൂക്കളും കൊച്ചുകുട്ടികളുടെ ചിരിയും സന്തോഷവും മുതിർന്നവരുടെ ആദരവും അനുഗ്രഹവും എല്ലാം കൊടുത്താണ് സ്വീകരണം. ജോണും യൂദാസും പറഞ്ഞു കൊടുത്തിരുന്നതനുസരിച്ച് ജനപ്രതിനിധികളായി ഈശോയെ സ്വീകരിച്ച് ആനയിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർ അതിവേഗം മുന്നിൽ വന്നു. അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞ എല്ലാ കാഴ്ചകളും ഏറ്റവും ഉപരിയായി അവരുടെ സ്നേഹവും സമർപ്പിച്ചും ഈശോയെ സ്വീകരിക്കുന്നു. ഈശോ ആംഗ്യം കൊണ്ടും വാക്കുകളിലൂടെയും ആളുകളെ അനുഗ്രഹിക്കുന്നു. പ്രായമായവരും യുവജനങ്ങളും തിക്കിത്തിരക്കി വന്ന് ഈശോയുടെ വസ്ത്രത്തിലും കരങ്ങളിലും ചുംബിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ ഈശോയുടെ കൈത്തണ്ടിലേക്ക് വയ്ക്കുന്നു, ഈശോയുടെ ചുംബനത്തിനും അനുഗ്രഹത്തിനുമായി. ആദ്യം അങ്ങനെ ചെയ്തത് സാറായാണ്. 10 മാസം പ്രായമുള്ള അവളുടെ സുന്ദരനായ ശിശു ഈശായിയെ ഈശോയുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു കൊടുക്കുന്നു. അവരുടെ സ്നേഹപ്രകടനങ്ങളുടെ തള്ളൽ നിമിത്തം മുന്നോട്ടുള്ള നടപ്പ് സാവകാശത്തിലാവുകയാണ്. ഉയരുന്ന ഒരു തിരമാല പോലെയാണത്. ആ തിരമാലയാണ് സ്വന്തം പാദങ്ങളല്ല കൂടുതലായി ഈശോയെ മുന്നോട്ട് നയിക്കുന്നതെന്ന് തോന്നും. ഈശോയുടെ ഹൃദയം യഥാർത്ഥത്തിൽ അങ്ങ് ഉന്നതങ്ങളിലേക്ക് ഉയരുന്നു. ഇത്രയധികമായ സ്നേഹത്തിൻ്റെ സന്തോഷം, ഏറ്റവും അധികം സന്തോഷമുള്ളപ്പോഴത്തെ പ്രകാശമാണ് ദൈവമനുഷ്യൻ്റെ മുഖത്തിനിപ്പോൾ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോഴുള്ള കാന്തശക്തി പ്രവഹിക്കുന്ന മുഖഭാവമല്ല, പിതാവിനോടുള്ള ഐക്യം അല്പമായി വെളിവാക്കുമ്പോഴുള്ള മഹിമ നിറഞ്ഞ ഭാവമല്ല, പാപത്തെ ശപിക്കുമ്പോഴുള്ള കഠിനമായ മുഖവുമല്ല. വിവിധങ്ങളായ പ്രകാശങ്ങളാണ് ഈ ഓരോ വ്യത്യസ്തമായ അവസരങ്ങളിലും അവിടുത്തെ മുഖത്തു നിന്ന് പ്രസരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പ്രകാശം അവിടുന്ന് പൂർണ്ണമായി വിശ്രമിക്കുന്നതിൻ്റെതാണ്. ആ വ്യക്തിത്വത്തെ നാനാവശങ്ങളിലും നിന്ന് സദാ ആക്രമിക്കുകയാണ് മനുഷ്യർ ചെയ്യുന്നത്. അതിനാൽ ഏറ്റവും നിസ്സാരമായ വാക്കും പ്രവൃത്തിയും പോലും വളരെ കരുതലോടെ ചെയ്യേണ്ടതായി വരുന്നു. തൻ്റെ തന്നെയും കൂടെയുള്ള മറ്റുള്ളവരുടെയും മേൽ എപ്പോഴും ഈ ജാഗ്രത വേണ്ടി വരികയാണ്. ലോകത്തിൻ്റെ സകല കെണികളും ഈശോയ്ക്ക് ചുറ്റും വച്ചിട്ടുണ്ട്. സാത്താൻ്റെ നൂൽ കൊണ്ട് കെട്ടിച്ചമച്ചിരിക്കുന്ന അനേകം ദുഷ്ടചിലന്തിവലകൾ ചുറ്റും വെച്ച് ദൈവമനുഷ്യനെന്ന ശലഭത്തെ പിടിച്ചെടുക്കാൻ കാത്തിരിക്കുകയാണ്. ലോകത്തെ രക്ഷിക്കാതിരിക്കാൻ ഈ ശലഭത്തിൻ്റെ അരൂപിയെ കുടുക്കിലാക്കി അതിൻ്റെ പറക്കലിനെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അജ്ഞത നിറഞ്ഞ ലോകത്തെ അതിൻ്റെ കുറ്റകരമായ അജ്ഞതയിൽ നിന്ന് മോചിപ്പിക്കുന്ന വാക്കുകൾ പറയാതെ തടസ്സപ്പെടുത്തൽ. പിശാചും മാംസവും നിമിത്തം നശിച്ച മനുഷ്യനെ വിശുദ്ധീകരിക്കാതിരിക്കാൻ നിത്യപുരോഹിതനായ അവിടുത്തെ കരങ്ങൾ ബന്ധിക്കൽ. തൻ്റെ ആകർഷകമായ കടാക്ഷത്തിൽ ആകൃഷ്ടരായി ആളുകൾ തന്നിലേക്ക് അടുക്കാതിരിക്കാൻ അവൻ്റെ കണ്ണുകൾക്ക് മങ്ങലേൽപ്പിക്കാൻ വാസ്തവത്തിൽ അവൻ്റെ കടാക്ഷത്തിന് കാന്തശക്തിയുണ്ട്. എല്ലാ പ്രതിരോധങ്ങളെയും മറികടക്കുന്ന ആകർഷണം, പാപമോചനം, സ്നേഹം ഇവ തുളുമ്പുന്ന കടാക്ഷം ചേർത്ത് നിൽക്കാൻ തനി സാത്താന് മാത്രമേ കഴിയൂ. ഓ, ക്രിസ്തുവിൻ്റെ ശത്രുക്കളുടെ തന്ത്രങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ശാസ്ത്രവും ശീഷ്മകളും വിദ്വേഷവും അസൂയയും മനുഷ്യവർഗത്തിൻ്റെ ശത്രുക്കളായ ഇവ ഒരു നല്ല വൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന വിഷക്കമ്പുകൾ പോലെ മനുഷ്യനിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഇവ അതെല്ലാമല്ലേ ചെയ്യുന്നത്? മനുഷ്യവർഗം മരിക്കണം. ക്രിസ്തുവിനെ ദ്വേഷിക്കുന്നതിനേക്കാൾ കൂടുതലായി മനുഷ്യനെ അവർ വെറുക്കുന്നു. മനുഷ്യൻ്റെ സന്തോഷം ഇല്ലാതാക്കാൻ ക്രിസ്തീയത്വം നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിക്കുന്നു. ക്രിസ്തു ദൈവമായതുകൊണ്ട് അവനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുകയില്ല. അവർ പൊടിയല്ലേ, അതിനാൽ മനുഷ്യർ അത് ചെയ്യുന്നു. എന്നാൽ ക്രിസ്തു വിശ്വസ്തതയുള്ള ഹൃദയങ്ങളിൽ വാസമുറപ്പിക്കുന്നു. അവിടെ നിന്ന് നോക്കുകയും സംസാരിക്കുകയും മനുഷ്യകുലത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അവൻ തന്നെ ആ ഹൃദയങ്ങൾക്ക് നൽകും. ആ അനുഗ്രഹത്താൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അവർ സ്വർഗത്തെ സ്പർശിക്കുന്നു, ആനന്ദമുളവാക്കുന്നു. ജ്വലിക്കുന്ന അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെയും
അവയവങ്ങളെയും കത്തിയെരിയിക്കുന്ന, അവരെ സമ്പൂർണമായി പീഡിപ്പിക്കുന്ന ഒരു സ്വർഗീയ അനുഭവം അവരിൽ ഉളവാക്കുന്നു. കണ്ണീരും പുഞ്ചിരിയും നെടുവീർപ്പുകളും ഗാനങ്ങളും ക്ഷീണവും ഉന്മേഷവുമെല്ലാം നമ്മുടെ സഹചാരികളായി തീരുന്നു. സഹചാരികളല്ല, നമ്മുടെ ഒരു ഭാഗമായി തീരുന്നു. അസ്ഥി മാംസത്തിനുള്ളിൽ എന്ന പോലെ. എന്നാൽ എല്ലാം ചേർന്ന് മനുഷ്യനൊന്നായിരിക്കുന്നത് പോലെ കത്തിയെരിയുന്ന അവയെല്ലാം നമ്മുടെ എളിയ മനുഷ്യത്വത്തിനുള്ളിലുണ്ട്. കാരണം ഈശോ തന്നെ നമുക്ക് തന്നു. ആ നിമിഷങ്ങളിൽ നമ്മൾ എന്താണ്? ആ അനുഭവം എന്നത്തേക്കും നീണ്ടു നിൽക്കുകയില്ല. കുറച്ച് നിമിഷങ്ങൾ പോലും നീണ്ടുപോയാൽ നമ്മൾ എരിഞ്ഞും തകർന്നും മരിച്ചു പോകും. നമ്മൾ അപ്പോൾ മനുഷ്യനല്ല, വിമോചന ശക്തിയുള്ള മൃഗങ്ങളല്ല നമ്മൾ. ഓ കർത്താവേ, ഞാനൊരു പ്രാവശ്യം പറഞ്ഞുകൊള്ളട്ടെ, അഹങ്കാരം കൊണ്ടല്ല, നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നതിനാണ്. നിന്റെ കടാക്ഷം എന്നെ എരിയിക്കുകയും എൻ്റെ മനസ്സിന് എന്തോ സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ സെറാഫുകളാകുന്നു. ഞങ്ങൾ അപ്പോൾ തീജ്വാലകളും ദഹിപ്പിക്കുന്ന ചൂടും പുറപ്പെടുത്താത്തത് എങ്ങനെയെന്ന് ഞാൻ വിസ്മയിക്കുന്നു. നശിച്ചുപോയ ആത്മാക്കളുടെ ദർശനത്തിൽ ഇതെല്ലാം മനുഷ്യർക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നാണല്ലോ പറയുന്നത്. നരകത്തിന്റെ തീയുടെ പ്രതിച്ഛായ അടിച്ചാൽ പോലും നശിച്ചുപോയ ആത്മാവിൽ നിന്നും പുറപ്പെടുന്ന അവ തടി കത്തുവാൻ തക്കതും ലോഹങ്ങൾ ഉരുക്കിക്കളയാൻ പര്യാപ്തമാണെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ, ദൈവമേ, ഓ നിന്റെ അഗ്നി എങ്ങനെയിരിക്കും? എല്ലാം അപരിമേയവും പരിപൂർണവുമായ നിന്നിൽ. ശാരീരിക രോഗങ്ങളുടെ പനി നിമിത്തം ഒരുവൻ മരിക്കുകയോ കത്തുകയോ ഇല്ലായ്മയാകുകയോ ചെയ്യുന്നില്ല. നീയാണ് ഞങ്ങളുടെ സ്നേഹമാകുന്ന പനി. അത് നിമിത്തം ഞങ്ങൾ കത്തുന്നു, ഞങ്ങൾ മരിക്കുന്നു, ഉൾക്കൊള്ളപ്പെടുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ പേശികൾ, തന്ത്രികൾ ചേർത്ത് നിൽക്കപ്പെടുന്നു. അതിനാലും അതിനുവേണ്ടിയും ഞാൻ ഇപ്പറയുന്നതൊന്നും ശരിയാകുന്നില്ല. കാരണം സ്നേഹം ഒരു പിച്ചുപറിച്ചിലാണ്. സ്നേഹം ഒരു വെള്ളച്ചാട്ടമാണ്. അത് അണകളെ തകർത്ത് താഴേക്കിറങ്ങുന്നു. സ്നേഹമല്ലാത്ത എല്ലാറ്റിനെയും തകർത്തൊഴുകുന്നു. സ്നേഹം ഇന്ദ്രിയാനുഭവങ്ങളുടെ മണ്ഡലത്തിൽ തുടിക്കുന്നു, തടിച്ചുകൂടുന്നു. ഇന്ദ്രിയപരമായ അറിവുകളെല്ലാം സത്യമായിട്ടുണ്ട്. എന്നാൽ ഒരു കരം കൊണ്ടും അതെഴുതി ഫലിപ്പിക്കാൻ പറ്റുകയില്ല. കാരണം ഹൃദയത്തിലെ അനുഭവങ്ങൾ ചിന്തയായി മാറുന്നത് അത്ര മിന്നൽ വേഗതയിലാണ്. ഒരാൾ മരിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഒരുവൻ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ജീവൻ 10 ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഒരുവൻ 2 ജീവിതമാണ് നയിക്കുക, മനുഷ്യൻ എന്ന നിലയിലും അനുഗ്രഹീതയായ ആത്മാവെന്ന നിലയിലും. ഭൗമികമായ ജീവിതവും സ്വർഗീയമായ ജീവിതവും. ഓ, എനിക്കത് നല്ല നിശ്ചയമുള്ള കാര്യമാണ്. കുറ്റങ്ങളില്ലാത്ത ഒരു ജീവിതം ഒരാൾ നയിക്കുന്നു. എന്നാൽ അതിനെ കവിഞ്ഞ് ശ്രേഷ്ഠമായ ഒരു ജീവിതം, പരിമിതികളും വിലക്കുകളുമില്ലാത്ത ജീവിതം നയിക്കുന്നു. ആ ജീവിതം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, സ്രഷ്ടാവ്, ത്രിയേക ദൈവം ആദത്തിന് കൊടുത്തിരുന്ന ജീവിതമാണ്. ഇത് സ്വർഗത്തിൽ ചെന്ന് അവിടുത്തെ സന്നിധിയിൽ ജീവിക്കാനിരിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ആമുഖം മാത്രം. ഈ ഭൂമിയിൽ നിന്നുള്ള കടന്നുപോകൽ കന്യകാമേരിയുടെ മാധുര്യമേറിയ നിദ്രയും സ്വർഗാരോപണവും പോലെയാകുമായിരുന്നു. ദൈവദൂതന്മാരുടെ സ്നേഹം നിറഞ്ഞ കരങ്ങളിൽ ആവഹിക്കപ്പെട്ട് ഈ ഭൗമ്യ പർദീസായിൽ നിന്ന് സ്വർഗീയ ഭവനത്തിലേക്കുള്ള പ്രശാന്തമായ ഒരു മാറ്റമാകുമായിരുന്നു. ഒരുവൻ യഥാർത്ഥമായ ജീവിതം നയിക്കുന്നു. ഇങ്ങനെയെല്ലാം അനുഭവം ഉണ്ടായാലും നമ്മൾ ഈ ഭൂമിയിൽ തന്നെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്രയധികം ഉയർന്നതിനെക്കുറിച്ച് വിസ്മയവും ലജ്ജയും തോന്നും. ഞാനിപ്പോൾ അതനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരുന്ന പ്രാർത്ഥന ഇതാണ്: കർത്താവെ, ഇത്രയധികം ദാനങ്ങൾക്ക് ഞാൻ അർഹയല്ല, എന്നോട് ക്ഷമിക്കണമേ നാഥ. ഇത് പറഞ്ഞ് നമ്മൾ മാറത്തടിച്ചു പോകുന്നു. കാരണം നിഗളിച്ചു പോയതിനെക്കുറിച്ച് കടുത്ത പേടി നമ്മിലുണ്ടാകുന്നു. ആന്തരിക പ്രഭയുടെ മീതെ കട്ടികൂടിയ ഒരാവരണം അപ്പോൾ ഇറങ്ങി വരുന്നു. കാരണം നമ്മോടുള്ള സഹതാപം നിമിത്തം ആ തീജ്വാലകളെ
നുള്ളിൽ ഒതുക്കി നിയന്ത്രിച്ചു നിർത്തുന്നു. എപ്പോൾ വേണമെങ്കിലും ആളിക്കത്താവുന്ന വിധം ദൈവം ആഗ്രഹിക്കുന്ന വേറൊരനുഗ്രഹീത നിമിഷത്തേക്ക് വേണ്ടി നിയന്ത്രിക്കുന്നു. ദൈവസ്നേഹവും അഗ്നിയും പ്രകാശവും കത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ സ്ഥലത്തെ പൊതിഞ്ഞ് ആവരണം താഴ്ത്തി നിർത്തിയിരിക്കുന്നു. ക്ഷീണിച്ചു തളർന്ന് അതേസമയം നവജീവൻ പ്രാപിച്ച് നമ്മൾ മുന്നോട്ടു പോകുന്നു. വളരെ മാധുര്യമുള്ള വീഞ്ഞു കുടിച്ച് അതിൻ്റെ ലഹരിയിൽ മുഴുകി മുന്നോട്ടു പോകുന്ന ഒരാളെ പോലെയാണ് ആത്മാവ്. ബുദ്ധിയെ അത് മന്ദീഭവിപ്പിക്കുന്നില്ല. എന്നാൽ എൻ്റെ നാഥ, എൻ്റെ ഈശോയെ, എൻ്റെ കർത്താവായ അങ്ങേക്ക് വേണ്ടി അല്ലാതുള്ള എല്ലാ ചിന്തകളിലും കാഴ്ചകളിലും നിന്ന് നമ്മെ തടയുന്നു. നമ്മുടെ ഹീനാവസ്ഥയെ ദൈവത്വവുമായി, നമ്മുടെ രക്ഷയുടെ മാർഗവുമായി, നമ്മുടെ ആത്മാക്കളുടെ സൃഷ്ടാവുമായി, പുത്രനായ നീയുമായി, നിന്റെ മുറിവേൽപ്പിക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് ഞങ്ങളുടെ കരങ്ങൾ പിതാവിൻ്റെ ചേതനയുടെ കരങ്ങളിൽ വച്ചിരിക്കുന്ന നീയുമായി, അരൂപിയുടെയും കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നീയുമായി, ഇപ്പോഴും എന്നേക്കുമായി നിന്നോടൊന്നായിരിക്കാൻ നീ ബന്ധിച്ചിരിക്കുന്ന കാതും ഞങ്ങളിൽ മുഴങ്ങി കേൾക്കുന്നു. ആമേൻ. ഈശോ തൻ്റെ സ്നേഹ കടാക്ഷത്താൽ എന്നെ കത്തിയെരിയിക്കുന്ന, ജൂട്ടായിലെ ജനങ്ങളെ കത്തിയെരിയിക്കുന്ന ഈ സമയത്ത്, ഓ ഞാൻ എവിടെയായിരുന്നു? എന്നെക്കുറിച്ച് ഞാനൊന്നും തന്നെ പറയുന്നില്ലെന്നും, അഥവാ പറയുന്നെങ്കിൽ തന്നെ വളരെ അപൂർവമായി മാത്രമേ പറയുന്നുള്ളൂ എന്നും അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്നാൽ എഴുതാനുള്ളവയെല്ലാം കേട്ട് കഴിയുമ്പോൾ എന്നെ മതിക്കുന്ന വലിയ ക്ഷീണവും തളർച്ചയും മൗനമായിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. കൂടാതെ മുന്നോട്ട് പോകുന്തോറും എന്നിൽ വർദ്ധിച്ചു വരുന്ന അരൂപിയുടെ വിനയവും അടക്ക ഒതുക്കവും മൗനമായിരിക്കാൻ എന്നെ നിർബന്ധിക്കുന്നു. എന്നാൽ ഇന്ന് ഞാൻ വളരെ ഉയർന്ന് ബഹിരാകാശത്തിലെ വായുവിൽ നമ്മൾ നിയന്ത്രണം വിട്ടവരായി തീരുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അതിനാൽ എന്നെ തന്നെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നത് എപ്പോഴും നമ്മൾ തുറക്കാതെ തന്നെ ഇരുന്നാൽ സ്നേഹത്തിൻ്റെ ഈ ചുഴലിക്കാറ്റിൽ ആവഹിക്കപ്പെടുന്ന നമ്മൾ മിസൈലുകൾ പോലെയോ ചൂടധികരിച്ചു പോയ ബോയിലറുകൾ പോലെയോ പൊട്ടിത്തെറിക്കുമെന്നാണ്. പിതാവേ, എന്നോട് ക്ഷമിക്കണമേ. ഇനി നമുക്ക് തുടരാം. ഈശോ ജൂഡായിലെത്തിയപ്പോൾ ചന്ത മൈതാനത്തിലേക്കും പിന്നീട് ഐസക്കിൻ്റെ ദരിദ്ര ഭവനത്തിലേക്കും ആനയിക്കപ്പെടുന്നു. 30 വർഷം ഐസക്ക് വേദന തിന്ന സ്ഥലം. അവർ ഈശോയോട് പറയുന്നു, നിന്നെക്കുറിച്ച് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഒരു സിനഗോഗ് പോലെ, യഥാർത്ഥ സിനഗോഗ് പോലെയാണ് ഞങ്ങൾക്കിവിടം. കാരണം നിന്നെക്കുറിച്ച് കേട്ട് പരിചയപ്പെട്ടത് ഇവിടെ വച്ചാണ്. വിശുദ്ധനായ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന ഇവിടെ വരണമെന്നുള്ള അപേക്ഷ നിന്റെ പക്കലെത്തുകയും ചെയ്തു. അകത്തേക്ക് വന്ന് ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് നോക്കണമേ. കഴിഞ്ഞ വർഷം ആ ചെറിയ വീടിന് 3 മുറികളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ മുറിയിൽ രോഗിയായിരുന്ന ഐസക്ക് ഭിക്ഷ യാചിച്ചിരുന്നു. രണ്ടാമത്തെ മുറിയിൽ തടിക്കഷ്ണങ്ങൾ, മൂന്നാമത്തേത് അടുക്കള. അത് മുറ്റത്തേക്ക് തുറന്നിരുന്നു. ഇപ്പോൾ 3 മുറിയും കൂടെ ഒന്നാക്കിയിരിക്കുകയാണ്. അവിടെ ഒരുമിച്ച് കൂടുന്നവർക്കിരിക്കാൻ ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. ഐസക്ക് ഉപയോഗിച്ചിരുന്ന പണിയായുധങ്ങളെല്ലാം മുറ്റത്ത് ഒരു ചെറു കുടിലിൽ തിരുശേഷിപ്പ് പോലെ ഭദ്രമായി സൂക്ഷിക്കുന്നു. നിർജീവമായ മുറ്റം ഭംഗിയാക്കാൻ പടർന്നു കയറുന്ന ചെടികൾ വച്ചു പിടിപ്പിച്ചിരിക്കുന്നു. ജൂട്ടായിലെ നല്ല മനുഷ്യൻ കയറുന്നതുകൊണ്ട് ഒരു പന്തലിട്ട് മേൽപ്പുരയിലേക്ക് വള്ളികൾ കയറ്റിവിട്ടിരിക്കുന്നതിനാൽ വീടിൻ്റെ അഭംഗി അത് മറയ്ക്കുന്നുണ്ട്. പൂക്കൾ കൊണ്ട് അലങ്കരിച്ചും ഇരിക്കുന്നു. ഈശോ അവരെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു, നമുക്കിവിടെ താമസിക്കാം. സ്ത്രീകൾക്കും ബാലനും നിങ്ങൾ സൗകര്യം കൊടുത്താൽ മതി. ഓ ഗുരുവേ, അതിൻ്റെ ആവശ്യമുണ്ടാകുകയില്ല. നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ഇവിടെയാകാം. അങ്ങ് ഞങ്ങളോട് ഇവിടെ വച്ച് സംസാരിക്കണം. എന്നാൽ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ അതിഥികളാണ്. നിനക്കും ദേവദാസരായ എല്ലാവർക്കും ആതിഥ്യം നൽകാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ. വീടുകളുടെ എണ്ണത്തിനൊപ്പം നിന്റെ ആളുകൾ വന്നിട്ടില്ലല്ലോ എന്ന ദുഃഖമേ ഞങ്ങൾക്കുള്ളൂ. ഈശോ അത് സമ്മതിച്ച് ഐസക്കിൻ്റെ വീട്ടിൽ നിന്ന് സാറായുടെ വീട്ടിലേക്ക് പോകുന്നു. ഈശോയ്ക്കും ശിഷ്യർക്കും തൻ്റെ വീട്ടിൽ ഭക്ഷണം കൊടുക്കാനുള്ള അവകാശം സാറ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈശോയും ജനങ്ങളും ഐസക്കിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഈശോ പ്രസംഗം ആരംഭിച്ചു.
ആളുകൾ കൂടിക്കൂടി വന്ന് മുറ്റവും മൈതാനവും നിറഞ്ഞു. എല്ലാവർക്കും കേൾക്കാൻ കഴിയേണ്ടതിന് ഈശോ മുറിയുടെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ആരെങ്കിലും ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടോ ഏതോ സംഭവത്തെ പരാമർശിച്ചോ ആണ് പ്രസംഗം. ഈശോ പറയുന്നു, ഒരു സംശയവും വേണ്ട,